എ ടു സെഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷോളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അടുത്തൊക്കെ ഒരുപാട് ഷോള് വേസ്റ്റ് ആയിരിക്കണുണ്ടാവില്ല, എന്ത് ചെയ്യണം എന്നറിയാതെ. അപ്പൊ നമ്മൾ ഇതുകൊണ്ടൊരു ടോപ്പ് ചെയ്യാന്നാ വിചാരിക്കണത്. അപ്പോൾ ഇത് 34 ഇഞ്ച് അല്ല 44 ഇഞ്ച് ലെങ്ത് ആണ് ആൾക്ക് വേണ്ടത്. അപ്പൊ ഇത് എത്ര കിട്ടും നോക്കട്ടോ നമുക്ക്. അപ്പൊ അവരിൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് ഈ സ്കാലപ്പ് താഴെ വന്നാൽ കുഴപ്പമില്ല, കൈക്ക് സ്കാലപ്പ് വന്നാൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇതാകെ കിട്ടുന്നത് 43 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ലെങ്ത് കിട്ടണത്. അപ്പൊ നമ്മൾ ഷോൾഡറിൽ ഒരു പീസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇത് ലെങ്ത് കൂട്ടിയിട്ട് എങ്ങനെ ഇതിന്റെ സ്കാലപ്പ് താഴെ വന്നാൽ എങ്ങനെ ഇരിക്കും, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഇതേപോലെ ഒഴിവാക്കിയ ഷോളുകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുക. ഓക്കെ, പ്രിന്റ് ഒരുപോലെ ആയിരിക്കണം കേട്ടോ, അപ്പോഴത് ഭംഗി ഉണ്ടാവുള്ളൂ. പ്രിന്റ് ഓപ്പോസിറ്റ് ഒക്കെ വരികയാണെങ്കിൽ ഓക്കെ ആവില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കണ്ടോ താഴോട്ട് വരുന്ന രീതിയിൽ മടക്കുക. അപ്പൊ താഴെ തുമ്പൊന്നും വേണ്ട. ആകെ നമുക്ക് കിട്ടേണ്ടത് 44 അപ്പൊ നമുക്ക് 44 പ്ലസ് അര 44.5 കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ലൈനിങ് ഒക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ലൈനിങ് വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുക. അതൊരു അല്പം കൂടുതലായിട്ട് കട്ട് ചെയ്തെടുക്കണം, കാരണം ഇത് സിൽക്കാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ സ്കാലപ്പുള്ള കയ്യും കിട്ടും. അപ്പോൾ അവർ ആഗ്രഹമൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ ഈ വെട്ടിയ ലൈനിങ് ഉണ്ടല്ലോ, അപ്പോൾ ഈ കട്ട് ചെയ്ത ഈ ലൈനിങ് കണ്ടോ 1 ഇഞ്ച് മേലേക്ക് കയറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ രണ്ട് ഭാഗത്തും ഇത്ര പീസ് ഇടണമെന്ന്. അപ്പോൾ ഇത്ര പീസ് ഇട്ടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് മതി ഇത്, കാരണം ലേശം മടക്കിയടിക്കും, കുറച്ചുകൂടെ ഇത്ര മതി. താഴ്ഭാഗത്ത് എല്ലാ ഇതും സംഭവം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഒരു ഷോള് കൊണ്ട് എങ്ങനെ പിന്നെ ഒരു ടോപ്പ് ചെയ്യാന്നാ കാണിക്കണത് കേട്ടോ. അപ്പോൾ ഒഴിവാക്കിയ ഷോളൊക്കെ ഉണ്ടാവില്ല വീട്ടിൽ വെറുതെ അങ്ങനെ ഇരിക്കണ്, നമ്മളിതിങ്ങനെ ചെയ്യാം. ഇപ്പോൾ കണ്ടോ ഇത്ര ഇവിടെ ഒരു 4 ഇഞ്ചോളം 5 ഇഞ്ചോളം ഇവിടെ മേൽഭാഗത്തേക്ക് നമുക്കൊരു ഫ്രണ്ടിലും ബാക്കിലും പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു ലൈനിങ്. ഇപ്പം നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് ഗ്യാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഫോൾഡ് ചെയ്ത ഭാഗം കുറച്ച് ഉള്ളോട്ട് ഇങ്ങനെ തള്ളിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം അത്ര വേണം, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത് നമ്മൾ ചിലപ്പോൾ വിചാരിച്ച പോലെ ഒരു കറക്റ്റ് ഇതിൽ വെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനി കൈക്ക് നമുക്ക് കൈ വേണം കണ്ടോ കയ്യിൻ്റെ. അപ്പം നമ്മൾ എന്താ ചെയ്യണത്, കൈ 3/4 മതി. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ എടുക്കും കണ്ടോ. രണ്ട് കൈയും നമുക്ക് സ്കാലപ്പ് കിട്ടി. പിന്നെ ഇവിടേക്കുള്ള പീസ് നമ്മൾ കാണണ്ടേ സെപ്പറേറ്റ്. അപ്പം ആദ്യം നമ്മൾ ഇങ്ങനെ മടക്കണത് കേട്ടോ, ഇങ്ങനെ നീളത്തിൽ മടക്കുക ചെയ്യണത്. ഇങ്ങനെ മടക്കിയാലാണ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ ആ പീസ് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 5 ഇഞ്ച് കണ്ടോ, ഈ ഇത്ര വീതിയിലുള്ള ക്ലോത്ത് ഇവിടുന്ന് കിട്ടണം. ആദ്യം നമ്മൾ ഈ ടോപ്പിനൊന്ന് മടക്കി വെക്കുക, എന്നാൽ നിങ്ങൾക്ക് ശരിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ലൈനിങ് നമ്മൾ എപ്പോഴും 2 ഇഞ്ച് കുറച്ചിട്ടാണ് കട്ട് ചെയ്യുക. അപ്പോൾ കുറേ ദിവസം അതിൻ്റെ അടുത്തൊരു ഷോൾ ഉണ്ട്, എനിക്കൊരു ടോപ്പ് വേണമെന്ന് എൻ്റെ സ്റ്റാഫിനോട് ഇങ്ങനെ പറയണേ. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുപോകാൻ നമ്മൾ വെട്ടിത്തരാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അവർക്ക് ഇത് സ്കാലപ്പ് കൈക്ക് വന്നാൽ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ പറഞ്ഞപ്പം അതും കൂടെ നമ്മളിതിൽ ഉൾപ്പെടുത്തുകയാണ് കേട്ടോ. കണ്ടോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഇപ്പം നമുക്ക് ഇവിടെ ഓൾറെഡി ക്ലോത്ത് ഉണ്ട്, അപ്പോൾ ഇത് ഉണ്ടാവൽ നമുക്ക് നിർബന്ധമാണ് കണ്ടോ. 5 ഇഞ്ചിലേറെ ക്ലോത്ത് ഉണ്ട്. അപ്പോൾ കൈക്ക് ഇത് 19 ഉള്ളത്, ഒരു 17 മതി അല്ലേ, കൈ ഒരു 17 മതി കേട്ടോ. ആകെ 17 മതി, 16 മതി, ഇത്രയൊക്കെ കൈയിട്ടുള്ളൂ പോരെ. അപ്പം നമ്മൾ കയ്യിൻ്റെ ഇവിടുത്തെ ലൂസ് നോക്കുകയാണ് കേട്ടോ. ഇവിടെ 9.5 9.45 വേണം. ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മളൊരു 17 മാർക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഒരു 16 ഉണ്ടാവും. താഴെ നമ്മൾ മടക്കി അടിക്കൂലല്ലോ സ്കാലപ്പ് ആയതുകൊണ്ട്. അതൊന്നും ഇങ്ങനെ കറക്റ്റ് ചെയ്ത് ലൈൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട്
ഇതിൽ നിന്ന് ഇതിലേക്ക് ഇത് കറക്റ്റ് ഷേപ്പ് ഇതുമ്പോൾ കിട്ടൂല നമുക്ക്. ഇത് സിൽക്ക് ഇതാവുമ്പോഴേ സിൽക്ക് ആവുമ്പോൾ അപ്പോൾ നമ്മൾ ലൈനിങ് മേൽ കട്ട് ചെയ്തെടുക്കാം കൈ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തു. അതേപോലെ ഇവിടെ കുറച്ച് ഷേപ്പ് ചെയ്യണുള്ളൂ കേട്ടോ. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ലൈനിങ് ആണ് കറക്റ്റ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാനിങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഷേപ്പ് വരച്ചെന്നതാണ്. ഇപ്പോൾ കൈ നമുക്ക് കിട്ടിയില്ലേ. ഇപ്പോൾ കൈ കിട്ടിയതുകൊണ്ട് സ്കാലപ്പായി. മുകൾ ഭാഗത്തേക്ക് നമുക്ക് കണ്ടോ ഈ ഒരു രീതിയിൽ മടക്കിയിട്ട് വേണം ഇവിടെ വെക്കാൻ. അപ്പം അതും കൂടെ കാണിക്കാം. ഒരു ഷോളിൽ ആകെയുള്ള വേസ്റ്റ് ഇതാണ് കേട്ടോ. കണ്ടോ. അപ്പോൾ ഷോള് വേസ്റ്റാക്കി കളയാതെ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് ഇപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നമ്മളെ കണ്ടോ നല്ല പീസ് ലൈനിങ്. ഈ പീസ് ഇതാ വേസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്താ. അപ്പോൾ ഇതാണ് ഇത് കാണിക്ക്. ഇതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്കാലപ്പിനെ നമുക്ക് ഉള്ളോട്ട് പോകണം. സ്കാലപ്പ് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത് ഉണ്ടോ. ഈ സ്കാലപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിനാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ക്ലോത്തും കറക്റ്റ് ആയില്ലേ. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇനി അവർക്ക് ഇങ്ങനെ സ്കാലപ്പ് പ്രസ്സിങ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതും ഭംഗിയാണ്. എല്ലാം ഭംഗിയാണ്. എന്ത് ചെയ്താലും അതിലൊരു വ്യത്യസ്തത ഉണ്ടാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതേപോലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, കട്ട് ചെയ്യാൻ പേടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ, ഏത് ചെറിയ ക്ലോത്തും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതേപോലെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യും കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാൻ പേടിയാണെന്ന് പറയുന്നവരുണ്ടെങ്കിൽ, അതേപോലെ തന്നെയാണ് പ്രധാന കാര്യം നമുക്ക് എത്രത്തോളം ചെറിയ ക്ലോത്തും ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ സേവ് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളൊരു ക്ലാസ് നല്ല ടൈലറിങ്ങിൻ്റെ ഏറ്റവും മികച്ചൊരു ഭാഗമാണ്. ഏത് ക്ലോത്ത് കൈ കിട്ടിയാലും എങ്ങനെ കൈകാര്യം ചെയ്യാം, എത്രത്തോളം നമുക്ക് സേവ് ആക്കി കട്ട് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് 500 രൂപ മാത്രം അടച്ചാൽ നിങ്ങൾക്ക് 6 മാസം വരെ ചുരിദാർ, നൈറ്റി, ബ്ലൗസ്, ഫ്രോക്ക് പെർഫെക്റ്റ് ആയിട്ട് പട്ടുപാവാട, ബ്ലൗസ്, ക്രോപ്പ് ടോപ്പ്, സ്ലീവ്ലെസ്, പഫ് സ്ലീവ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ടിപ്സ് അടങ്ങിയ ക്ലാസ് ഉണ്ടായിരിക്കുക. റെക്കോർഡ് വീഡിയോ ആണ് ആദ്യം തരിക. ഡൗട്ട്സുകൾക്ക് ലൈവ് സെക്ഷൻ തരും. കൂടാതെ നമ്മളിപ്പോൾ ഈ മാസം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവിധ ബ്ലൗസുകളും ബ്രൈഡൽ ബ്ലൗസ് അടക്കം കട്ടോരി അടക്കം എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ട് ബോഡി മെഷർമെന്റിലാണ് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും 80 86 82 49 49 നമ്മളെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഏറ്റവും മികച്ചൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും.